കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ ജനങ്ങളെയും യുവാക്കളെയും തെരുവിലിറക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ ലോകത്തൊട്ടാകെ നടന്നിട്ടുണ്ട്. എന്നാൽ അതിനെ അതിജീവിച്ച് നിലനിൽക്കുന്ന വിരളിലെണ്ണാവുന്ന രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. അതിലൊന്ന് ഇറാനാണ്. രണ്ടാമത്തെ ഒരു പ്രധാന രാജ്യം ഇന്ത്യയാണ്. മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിനു മുമ്പ് റെജീം ചേഞ്ചിൽ വീണുപോയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പെട്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇറാഖിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇറാഖ് ഭരണകൂടത്തെ വീഴ്ത്തിയ ഒരു ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. സദ്ദാം ഹുസൈന്റെ ഭരണകൂടമായിരുന്നു തകർന്നുപോയത്. 2011 ലിബിയയുടെ ഭരണകൂടം, അന്ന് ഭരിച്ചിരുന്ന ഖദ്ദാഫിയുടെ ഭരണകൂടം തകർന്നുപോയി. അദ്ദേഹം നാറ്റോയുടെ വ്യോമാക്രമണങ്ങളെ രാജ്യത്തിന് നേരിടേണ്ടി വന്നു. ആഭ്യന്തര വിമത പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 42 വർഷം നീണ്ടുനിന്ന ഭരണമാണ് 2011 റെജീം ചേഞ്ചിന്റെ ഭാഗമായിട്ട് ഇല്ലാതായത്. 2014 യൂറോ മൈഡൻ എന്ന് പറയുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് യുക്രൈനിൽ ഭരണകൂടത്തെ താഴെ ഇറക്കുന്നതിൽ പാശ്ചാത്യ ലോകം വിജയിക്കുകയുണ്ടായി. റഷ്യൻ അനുകൂല പ്രസിഡന്റായിരുന്ന വിക്ടർ യാനുകോവിച്ച് പുറത്താക്കപ്പെടുകയും പടിഞ്ഞാറൻ അനുകൂല ഭരണകൂടം അധികാരത്തിൽ വരികയും ചെയ്യുന്നു. അതിനുശേഷം വന്നയാളാണ് സെലൻസ്കി. ഇന്ന് ആ രാജ്യത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ, യുദ്ധത്തിലാണ്. അടുത്തത് അഫ്ഗാനിസ്ഥാൻ. 2001 US സൈനിക നടപടിയിലൂടെ നേരിട്ട് തന്നെ റെജീം ചേഞ്ച് ഉണ്ടായ ഒരു രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ. അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരിനെ തകർത്ത് US നേതൃത്വത്തിൽ US അനുകൂലികളായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ നിലനിന്നിരുന്നു. 10-20 വർഷം നീണ്ടുനിന്ന സമര പോരാട്ടങ്ങൾക്കൊടുവിൽ, യുദ്ധങ്ങൾക്കൊടുവിൽ അമേരിക്കൻ സൈന്യം 2021 പിന്മാറിയതിനെ തുടർന്ന് വീണ്ടും അവിടെ താലിബാൻ അധികാരത്തിൽ വന്നു. 2011 ടുണീഷ്യയിൽ നടന്ന റെജീം ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. 23 വർഷം ഭരിച്ചിരുന്ന സൈനുൽ ആബിദീൻ ബെൻ അലിയെയാണ് പുറത്താക്കിയത്. അത് ജാസ്മിൻ റവല്യൂഷൻ, മുല്ലപ്പൂ റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈജിപ്തിലെ 2011 13 ചില സംഭവങ്ങൾ ഉണ്ടായി. 2011 പ്രക്ഷോഭത്തിലൂടെ ഹൊസ്നി മുബാറക്ക് പുറത്താവുന്നു. തുടർന്ന് അധികാരത്തിലെത്തിയ മുഹമ്മദ് മുഴ്സിയെ 2013 സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കുന്നു. അതായിരുന്നു അവിടെ നടന്ന റെജീം ചേഞ്ച്. 2024 ബംഗ്ലാദേശിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാം. വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി നടന്ന കലാപങ്ങൾക്കൊടുവിലാണ് ദീർഘകാലം രാജ്യം ഭരിച്ചിരുന്ന ഷേഖ് ഹസീന ഭരണകൂടം താഴെ പോയിട്ട് പുതിയ ഭരണകൂടം അധികാരത്തിൽ വന്നത്. 2022 ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള ഒരു റെജീം ചേഞ്ച് കലാപം ഉണ്ടാവുന്നു. തുടർന്ന് പ്രസിഡന്റ് ഗോതാബയ രാജപക്സെക്ക് രാജിവെച്ച് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ നടന്ന റെജീം ചേഞ്ച് നമ്മൾ കണ്ടു. ഇതിന്റെ എല്ലാം പുറകില് വിദേശ രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് വളരെ ക്ലിയർ ആയിരുന്നു. സൈനിക അട്ടിമറികളിലൂടെയും റെജീം ചേഞ്ച് നടക്കാറുണ്ട്. സുഡാനിൽ 2019 അതായിരുന്നു കണ്ടത്. ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ 30 വർഷത്തോളം ഭരിച്ച ഒമർ അൽ ബഷീറിനെ സൈന്യം അട്ടിമറിച്ച് പുറത്താക്കുകയുണ്ടായി. സിംബാബ്വേയിൽ 2017 37 വർഷം ഭരിച്ച റോബർട്ട് മുഗാബയെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കി. പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള മാലി, ബുർക്കിന ഫാസോ, നൈജർ, ഗാബൺ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ സൈനിക അട്ടിമറികളിലൂടെയായിരുന്നു ഭരണമാറ്റം നടന്നത്. നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ സൈലന്റ് ആയിട്ടൊരു റെജീം ചേഞ്ച് നടന്നു. ആ റെജീം ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ് അസിം മുനീർ ഇപ്പോൾ സൈനിക തലവനായി മാറുന്നതും പുതിയ ഷഹബാസ് ഷെരീഫ് അവിടെ പ്രധാനമന്ത്രിയായിട്ട് തുടരുന്നതും. ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടായിട്ടും അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് പാകിസ്ഥാനിൽ അധികാരത്തിലിരിക്കുന്നത്. എന്നാൽ 2016 തുർക്കിയിൽ ഒരു റെജീം ചേഞ്ചിനുള്ള ഒരു ശ്രമം നടന്നു, ഒരു സൈനിക അട്ടിമറി നടന്നു. പക്ഷേ രാജ്യത്തെ ജനങ്ങളും ഭരണകൂടവും ചേർന്നുകൊണ്ട് അതിനെ പരാജയപ്പെടുത്തി. 2020 റഷ്യയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബെലാറസിൽ സമാനമായൊരു റെജീം ചേഞ്ച് വെസ്റ്റേൺ ലോകത്തിന്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് നടന്നു. പക്ഷേ അവരുടെ പ്രസിഡന്റ് ആയിരുന്ന വ്ളാഡിമിർ ലുക്കാഷെങ്കോയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അതിനെ അടിച്ചമർത്തിയിട്ട് അധികാരം നിലനിർത്തി. ക്യൂബ, നിക്കരാഗ്വ എന്നിങ്ങനെയൊക്കെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിരന്തരമായിട്ട് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ട് അവിടെ കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നിലനിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് വെനസ്വേലയിലാണ് നമ്മൾ കണ്ട അടുത്തൊരു റെജീം ചേഞ്ച് എന്ന് പറയുന്നത്. അമേരിക്ക നേരിട്ടാണ് ഭരണകൂടത്തെ അവിടെ അട്ടിമറിച്ചത്. ചിലയിടങ്ങളിൽ അമേരിക്ക നേരിട്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ചിലയിടങ്ങളിൽ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, NGOകളെ ഉപയോഗിച്ചുകൊണ്ട്, സോറസിനെ പോലുള്ളവർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഏറ്റവും അധികം റെജീം ചേഞ്ചിനെ ചെറുത്ത് തോൽപ്പിച്ച 2 രാജ്യങ്ങളാണ് ഇറാനും ഇന്ത്യയും. അതിൽ ഇറാന്റെ കാര്യം കുറച്ച് സങ്കീർണമാണ്. ഇറാനിൽ നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇറാൻ ഭരണകൂടം ചെയ്യുന്ന കാര്യങ്ങളും കുറച്ചധികം ന്യായീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ റെജീം ചേഞ്ചിന് തീവ്രമായ ശ്രമം അവിടെ നടന്നു. പക്ഷേ ശക്തമായിട്ട് ഇറാൻ ഭരണകൂടം അതിനെ അടിച്ചമർത്തി.
ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സാധാരണ സൈന്യത്തിന് പുറമെ ഭരണകൂടത്തെയും വിപ്ലവ ലക്ഷ്യങ്ങളെയും സംരക്ഷിക്കാൻ മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രൊഫഷണൽ സൈനിക വിഭാഗമാണ്. അവർക്ക് വലിയ സ്വാധീനം അവിടെയുണ്ട്. രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന സവിശേഷമായ ഒരു സേന അവിടെയുണ്ട്. ബസിസ് മിലീഷ്യ എന്ന് പറയും. ആഭ്യന്തര പ്രക്ഷോഭങ്ങളെയും ഭരണകൂട വിരുദ്ധ മുന്നേറ്റങ്ങളെയും അടിച്ചമർത്താൻ ഇവരായിരിക്കും മുന്നിലുണ്ടാവുന്നത്. രാജ്യത്തിന് പുറത്ത് തങ്ങൾക്കെതിരെ ഉയരുന്ന ഭീഷണികളെ നേരിടാൻ ഇറാൻ മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇവരുടെ സഹായവും റെജീം ചേഞ്ചിനെ പ്രതിരോധിക്കാനായിട്ട് ഇറാന് ലഭിക്കാറുണ്ട്. ഇറാന്റെ സൈനിക ശേഷി, രാജ്യത്തിന്റെ വലുപ്പം, വലിയൊരു വിഭാഗം ജനങ്ങൾ ഭരണകൂടത്തിനൊപ്പമാണ് എന്നീ ഘടകങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഇറാന് റെജീം ചേഞ്ചിനെ പ്രതിരോധിക്കാൻ ഫലപ്രദമായി കഴിഞ്ഞത്. ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പലതവണ ശ്രമങ്ങൾ നടന്നതായി നമുക്ക് തോന്നുന്നുണ്ട്. ഒന്ന് കർഷക സമരമാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുന്നേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ഒരു യുവാവായിട്ടുള്ള നേതാവ് വന്നിരുന്നു പറയുന്നത് മോദി സർക്കാർ മതി, ഇനി അതേ കാലമൊന്നും ഉണ്ടാവില്ല, അവരെടുത്ത് കളയാൻ സമയമായി, അത് ഞങ്ങൾ ചെയ്യും. മാധ്യമങ്ങൾക്കൊക്കെ അദ്ദേഹം ഭീഷണി മുഴക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. മാധ്യമങ്ങളോടൊക്കെ പറയാണ് നിങ്ങളെ ഒന്നും ഞങ്ങൾ വെറുതെ വിടില്ല, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇവരുടെയൊക്കെ വാക്കുകളിൽ, കമന്റുകളിൽ ഒരു റെജീം ചേഞ്ച് തന്നെയാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ത്യയിലും അത് നടക്കില്ല എന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നമ്മൾ എത്ര പറഞ്ഞാലും അല്ലാതെ മനസ്സിലാവത്തില്ല. സോ ഇന്ത്യയും ഇറാനുമാണ് ഫലപ്രദമായിട്ട് നിരവധി തവണ പല അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലും പല അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശക്തി, ഇന്ത്യയുടെ എക്കണോമിക് പവർ പലരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ പോലത്തെ ഒരു വലിയ ശക്തി ഞങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നാലോ എന്ന് പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ണറായിട്ട് മാറണമെന്ന്. നിലവിലെ മോദി ഗവൺമെന്റ് അതിന് തയ്യാറല്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറല്ല. ചൈനയ്ക്ക് ആഗ്രഹമുണ്ട് ചൈനയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയാലെന്ന്. വലിയ വിപണിയാണ്, വലിയ ശക്തിയായിട്ട് വളരുന്നുണ്ട്. അപ്പൊ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയാൽ ചൈനയ്ക്കും വലിയ നേട്ടമാണ്. അവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്ത്യയിൽ റെജീം ചേഞ്ച് ഉണ്ടാവണമെന്നും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ നല്ലതാണെന്നും കരുതുന്ന നിലവിലെ പ്രധാന ശക്തികളാണ് ചൈനയും അമേരിക്കയും. കാരണം ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഭീഷണിയായിട്ട് അവർക്ക് മാറുമെന്ന് അവർ കരുതുന്നു. ഒരു പൊട്ടൻഷ്യൽ ഒരു കോമ്പറ്റേറ്റർ അല്ലെങ്കിൽ ഒരു പവറാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വളർച്ചയുടെ ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ പക്ഷത്തേക്ക് ഇന്ത്യ കൊണ്ടുവരാനാണ് ചൈനയും അമേരിക്കയും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിന് ഭരണകൂടം, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം ഇവിടെ വരണം. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കളികളെല്ലാം ഇവർ ചെയ്യുന്നത്. മുഹമ്മദ് യൂനിസ് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ താൽക്കാലികമായിട്ട് അധികാരം നേടിയതിനു ശേഷം അമേരിക്കയിൽ പോയിട്ട് ക്ലിന്റൺ ഫൗണ്ടേഷന്റെ അടുത്ത് നിന്ന് ഉപഹാരങ്ങൾ സ്വീകരിച്ചത് എന്ന് ആലോചിച്ചാൽ മതി. മുഹമ്മദ് യൂനിസ് എന്തുമാത്രം വിധേയത്വമാണ് അമേരിക്കയോട് കാണിച്ചത് എന്ന് ചിന്തിച്ചാൽ മതി. ഇതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. മാലിദ്വീപിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സു അധികാരം കിട്ടിയ ഉടനെ ചൈനയിലോട്ട് എന്തുകൊണ്ട് പോയി? കാരണം അദ്ദേഹത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ചൈന സഹായിച്ചിട്ടുണ്ടാകണം. പക്ഷെ പിന്നീട് ഇന്ത്യ മാലിദ്വീപിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നു. അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. പക്ഷെ മാലിദ്വീപ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ ആളാണ് മുഹമ്മദ് മൊയ്സു. അതിന്റെ പുറകിൽ ചൈനയ്ക്ക് പങ്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് സാധാരണ രീതിയിൽ മാലിയിൽ ആര് ജയിച്ചാലും ആദ്യം ഇന്ത്യയിലോട്ട് വരും. ആ സമയത്ത് അദ്ദേഹം നേരെ പോയത് ചൈനയിലോട്ടാണ്. അപ്പോ ഈ റെജീം ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തൊരു ഭരണകൂടം അധികാരത്തിൽ വരുമ്പോൾ അവര് ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കയും ചൈനയും ഒക്കെ ആഗ്രഹിക്കും. ഇന്ത്യയെ ചൊൽപ്പടിക്ക് നിർത്താൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒന്നും കഴിയുന്നില്ല. കാരണം മോദി ഗവൺമെന്റിന് അവരുടേതായ ഒരു വിഷൻ ഉണ്ട്, അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കുറെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. സോ അത് ഇവരുടെ താല്പര്യങ്ങൾക്കൊപ്പം ഒത്തുപോകില്ല. അപ്പോൾ ഇന്ത്യയിൽ ഒരു മാറ്റം ഉണ്ടായാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 145 കോടി ജനങ്ങളുള്ള ഒരു വലിയ വിപണിയാണ്. നമ്മളുമായിട്ടൊരു നല്ല ബന്ധം ഏത് രാജ്യമാണ് ആഗ്രഹിക്കാത്തത്? അപ്പൊ നമ്മുടെ ഭരണകൂടം അവരുടെ ചൊൽപ്പടിക്ക് നിന്നാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. ഇതുകൊണ്ടാണ് റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പിൾ അറ്റംപ്റ്റുകൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. ഫ്രീ ആയിട്ട് സമരം ചെയ്യുന്നവർക്ക് ഫുഡ് കിട്ടും, ഫ്രീ ആയിട്ട് താമസ സൗകര്യം കിട്ടും, അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കിട്ടും. കാരണം ഒരു തളർച്ചയും ഇല്ലാതെ ഭരണകൂടത്തിനെതിരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടതാണ്. പലയിടങ്ങളിൽ നിന്നും ആരൊക്കെയോ വിദേശത്ത് നിന്ന് വരെ ഫുഡ് ഓർഡർ ചെയ്ത് കൊണ്ടുകൊടുത്തോണ്ടേയിരിക്കുകയാണ്. ലക്ഷറി ഫുഡ്, ഹൈ ക്വാളിറ്റി ഫുഡ് അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഭരണകൂടത്തെ മാറ്റാൻ വേണ്ടിയിട്ട്, ഈ സമരം വിജയിക്കാൻ വേണ്ടിയിട്ട്. സമരത്തിന്റെ ഇന്റൻഷൻ എന്താണ്? നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു മന്ത്രിയുടെ രാജിയിൽ മാത്രമേ ഇത് അവസാനിക്കൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. സോ അതിന് കൃത്യമായ ഒരു പ്ലാൻ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ ഒരു ശ്രമത്തെ അതിജീവിച്ച രാജ്യമാണ്. അപ്പോൾ റെജീം ചേഞ്ച് ഇറാനിൽ നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് നേരിട്ട് സൈനിക ആക്രമണത്തിലേക്ക് ശത്രു രാജ്യങ്ങൾ പോയത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് പോയത്. അവിടെയും ഇതുവരെ ഇറാൻ കീഴടങ്ങിയിട്ടില്ല. ഇന്ത്യയുടെ കാര്യത്തിൽ റെജീം ചേഞ്ച് എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷനും ഇവർക്കില്ല.
ഇന്ത്യയിലോട്ട് ആയുധങ്ങളും കൊണ്ട് ആക്രമിക്കാൻ വന്നാൽ വിവരം അറിയുമെന്ന് ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ തന്നെ യുവാക്കളുടെ ന്യായമായ ആവശ്യങ്ങളെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയിട്ട് സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത്. നമ്മുടെ ഒരു രാജ്യത്ത് തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധമൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന ചെറിയ പ്രതിഷേധങ്ങളെ പോലും ആളിക്കത്തിച്ച് അതിനെ ഒരു വലിയ പ്രശ്നമാക്കി മാറ്റുന്നതിന്റെ പുറകിൽ വിദേശ ശക്തികളുടെ ഇൻവോൾവ്മെന്റ് വളരെ വ്യക്തമാണ്. കാരണം അവർക്കൊരു റെജീം ചേഞ്ച് ഇന്ത്യയിൽ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. മോദി 2014 തൊട്ട് ഇവിടെ അധികാരത്തിരിക്കുകയാണ്. 2029 കൂടി മോദി അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുന്നത് പല രാജ്യങ്ങൾക്കും ചിന്തിക്കാനേ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം പാഴ് ശ്രമങ്ങൾ അവർ നടത്തുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.